അറിയാം അക്ഷയതൃതീയ ഐതിഹ്യം, സമൃദ്ധി, വിജയം, പുതിയ തുടക്കങ്ങൾ എന്നിവയുടെ ആഘോഷമാണ് അക്ഷയതൃതീയ. അക്ഷയതൃതീയയുടെ ഐതിഹ്യങ്ങളെക്കുറിച്ച് അറിയാമോ? എല്ലാവരും ആചാരങ്ങളും അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ധാരാളം പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് അക്ഷയതൃതീയയുടെ പിന്നിലുള്ള കഥകൾ നിങ്ങൾക്കറിയാമോ? അക്ഷയതൃതീയ തീർച്ചയായും വളരെ നല്ല ദിവസമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാനും ദേവീദേവന്മാരെ പൂജിക്കാനും അതുപോലെ വീട്ടിൽ സമ്പൽ സമൃദ്ധിക്കായി ധാരാളം ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാനും വളരെ നല്ല ദിവസമാണ് അക്ഷയ തൃതീയ. അന്നേ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഇരട്ടി ഫലം ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഓരോ വിശ്വാസങ്ങളുമാണ് കേട്ടോ. ചിലർ ഈ ദിവസം സ്വർണം വാങ്ങുന്നതിനും നല്ല സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുമായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഡൊണേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ആ സമയം നല്ല ദാനങ്ങൾ പ്രവർത്തികളിലൂടെ ദാനങ്ങളായി ചെയ്യുന്നതും വളരെ നല്ല ഫലം ചെയ്യും എന്ന് പറയുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക, നമ്മൾ ഒരാൾക്ക് വേണ്ടി നല്ല പ്രവർത്തികൾ ചെയ്യുക, മുതിർന്നവരെ ആദരിക്കുക, എല്ലാം അക്ഷയ തൃതീയ ദിവസം നമ്മൾക്ക് പുണ്യഫലദായകങ്ങളാണെന്ന് പറയുന്നു. ആ ദിവസം എല്ലാവരും പൂജകൾക്കായി തിരഞ്ഞെടുക്കുന്ന ദിവസം തന്നെയാണ്. എന്തൊക്കെയാണ് അതിന് പിന്നിലുള്ള ഐതിഹ്യ കഥകൾ? ആദ്യമായി തന്നെ പറയട്ടെ, പാണ്ഡവർക്ക് അക്ഷയപാത്രം ലഭിച്ച ദിവസമാണത്രേ അക്ഷയ തൃതീയ. പാണ്ഡവരുടെ വനവാസ കാലത്ത് അവർ പട്ടിണി കിടക്കാതിരിക്കാൻ അവർക്ക് വേണ്ടി ലഭിച്ച വരദാനമാണ് അക്ഷയപാത്രം. പാണ്ഡവർക്ക് സൂര്യദേവൻ അവരുടെ വനവാസകാലത്ത് സമ്മാനിച്ച പാത്രമാണ് അക്ഷയപാത്രം. പാഞ്ചാലിയുടെ ഭക്ഷണം കഴിയുന്നവരെ ദിവസവും അവർ ആഗ്രഹിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൽ നിന്നും ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പുണ്യ ദിവസം അവർക്ക് അക്ഷയപാത്രം ലഭിച്ച ദിവസമായി കഥകളിൽ ഒന്ന് പറയപ്പെടുന്നു. ഇനി മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ ഇന്നേ ദിവസമാണ് അവതരിച്ചതെന്നും പറയപ്പെടുന്നു. പുണ്യനദിയായ ഗംഗ ഈ ദിവസമാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയതെന്നും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യമായി കണക്കാക്കപ്പെടുന്നു. അന്നേ ദിവസമാണത്രേ വേദവ്യാസനും ഗണപതി ഭഗവാനും ചേർന്ന് മഹാഭാരതം എഴുതുവാൻ ആരംഭിച്ചതും. അങ്ങനെ പല പല കഥകൾ. അക്ഷയ തൃതീയ ദിനത്തിൽ ധാരാളം ആളുകൾ പലതരം ദാനങ്ങൾ പരിശീലിച്ചു വരുന്നു. അക്ഷയ തൃതീയ ദിനത്തിൽ ധാരാളം ആളുകൾ ദാനധർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഈ ദിനത്തിൽ ദാനം നൽകുന്നതിലൂടെ അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയ്ക്ക് കൂടി പുണ്യം ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ദാനം ചെയ്യുമ്പോൾ അർഹരായവർക്ക് ദാനം ചെയ്യുക. ഈ കാലഘട്ടത്തിൽ കുറേയധികം ആളുകൾ സ്വർണം വാങ്ങുന്നതിനും നല്ല ദിവസമായി ഈ ദിവസത്തെ കണക്കാക്കപ്പെടുന്നു. അക്ഷയം എന്നാൽ ഒരിക്കലും നശിക്കാത്തത് എന്നാണ് അർത്ഥം. എത്ര എടുത്താലും തീരാത്തത്. ശങ്കരാചാര്യർ കനകധാരാ സ്തോത്രം ചൊല്ലി ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിച്ച് സ്വർണ്ണനെല്ലിക്ക വർഷിച്ച് ഒരു ഭക്തയുടെ ദാരിദ്ര്യ ദുഃഖം മാറ്റിയതും ഈ ദിവസത്തിലാണത്രേ. ഇങ്ങനെ എത്രയെത്ര കഥകൾ, കേട്ടാലും മതിവരാത്ത ഒരുപാട് കഥകൾ അക്ഷയ തൃതീയയുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ ദിനത്തിൽ വിഷ്ണു ഭക്തർ ഒരു ദിവസത്തെ വ്രതമെടുത്ത് മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ഭഗവതിയെയും പൂജിക്കുന്നു. ഈ പുണ്യദിനത്തിൽ ദാനധർമ്മങ്ങൾ നടത്തുന്നതും പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നതും പൂജ, ജപം മുതലായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലത് തന്നെ. അക്ഷയ തൃതീയ ദിവസം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അക്ഷയഫലത്തെ നേടിത്തരുന്നു എന്ന് പുരാണങ്ങളിൽ പറയുന്നു. ഈ ദിവസം പുണ്യകർമ്മങ്ങൾ ചെയ്താൽ സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തിയും അക്ഷയ പുണ്യവും കീർത്തിയും ധനവർദ്ധനവുമാണ് ഫലം. ഈ വിശ്വാസങ്ങളെല്ലാം വിശ്വാസങ്ങൾ തന്നെയാണ്. അക്ഷയ തൃതീയയുടെ ഐതിഹ്യവും വിശ്വാസങ്ങളും കുറച്ചെങ്കിലും എനിക്ക് പകർന്നു തരാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അക്ഷയ തൃതീയ ആശംസകൾ.